കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ആം ട്വിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 ഇത് വെച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കാര്യം നടത്താമെന്ന് ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം, UDFൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും അത് പോകുള്ളൂ എന്ന് കൃത്യമായ സന്ദേശം കൊടുത്തതാണ് PD സതീഷ് പ്രതീക്ഷ നേതാവിൻ്റെത്. അത് തീർച്ചയായിട്ടും വലിയ സ്വീകാര്യതയുണ്ട്. നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യം. ആ നിലപാടുള്ളവരാണ് നേതാവ്. അപ്പോൾ ആ നിലപാട് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. പല ആൾക്കാർക്കും അൻവർ എന്ന് പറയുന്ന ഒരു സമയം ഇപ്പം നേരത്തെ പറയുന്ന നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ TV-യിൽ മാത്രമേ ഇപ്പം എന്താ പറയുക, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏതാണ്ട് ഈ രാഷ്ട്രീയത്തിലെ ആറാട്ടണ്ണനെ പോലെ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ? സ്പേസിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നുമല്ല, സ്പേസിന് വേണ്ടി മാത്രമാണ്. വലിയ സങ്കടം ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം, ഒരു പ്രചരണത്തിന് പോലും ഒരു സംവിധാനം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ മാധ്യമങ്ങൾ കെട്ടിപ്പോക്കിയ ഒരു ഇമേജായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്ന് LDF-ലായിരുന്നപ്പോൾ LDF-നകത്തെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇത് കിട്ടും. പക്ഷെ അത് തെരഞ്ഞെടുപ്പിലില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ഭീഷണിക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും വഴങ്ങിയില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും ആത്മാഭിമാനമാണ് ഏത് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ വലുത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലപാടിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്.